ഇറാനും തമ്മിലുള്ള യുദ്ധഭീതിയും നയതന്ത്ര അസ്വാരസ്യങ്ങളും അതിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഈ സങ്കീർണമായ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയ്ക്ക് സമീപം റഷ്യൻ സൈനിക വിമാനങ്ങളുടെ അസാധാരണമായ സാന്നിധ്യം കണ്ടെത്തിയെന്ന വാർത്തകൾ ആഗോള പ്രതിരോധ വൃത്തങ്ങളിൽ പുതിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കും വ്ളാഡിമിർ പുടിന്റെ ഭരണകൂടം നൽകി വരുന്ന പരസ്യവും രഹസ്യവുമായ പിന്തുണയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ വ്യോമചലനങ്ങൾ. ഈ മേഖലയിൽ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ മോസ്കോയും ടെഹ്റാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ കൂട്ടുകെട്ട് പുതിയൊരു തലത്തിലേക്ക് ഉയരുകയാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. വിവിധ അന്താരാഷ്ട്ര ഫ്ലൈറ്റ് ട്രാക്കിംഗ് സംവിധാനങ്ങളും പ്രതിരോധ നിരീക്ഷകരുമാണ് ഗൾഫ് മേഖലയ്ക്കും അതിന്റെ തന്ത്രപ്രധാനമായ അതിർത്തികൾക്കും മുകളിലൂടെയുള്ള റഷ്യൻ സൈനിക വിമാനങ്ങളുടെ അസാധാരണമായ യാത്രാപഥങ്ങൾ രേഖപ്പെടുത്തിയത്. സൊമാലിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികൾക്ക് സമീപത്തുകൂടിയും മുൻകാലങ്ങളിൽ US-ഇറാൻ സംഘർഷങ്ങൾ രൂക്ഷമായ സമയങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള തന്ത്രപ്രധാനമായ വ്യോമപാതകളിലൂടെയുമാണ് ഈ വിമാനങ്ങൾ സഞ്ചരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായി ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വലിയൊരു സൈനിക അട്ടിമറിയുടെയോ അല്ലെങ്കിൽ സംയുക്ത പ്രതിരോധ തന്ത്രത്തിന്റെയോ ഭാഗമായാണ് ഈ നീക്കങ്ങളെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ടെഹ്റാനെതിരെ ശക്തമായ സൈനിക നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് വാഷിംഗ്ടൺ അതീവ ഗൗരവത്തോടെ ആലോചിക്കുന്നു. ഈ ഒരു നിർണായക ഘട്ടത്തിലാണ് റഷ്യയുടെ ഈ വ്യോമ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇറാന്റെ കടുത്ത നിലപാടുകൾക്ക് തടയിടാൻ പേർഷ്യൻ ഉൾക്കടലിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും അത്യാധുനിക ആയുധങ്ങളും അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ ഇറാൻ ഒറ്റയ്ക്കല്ലെന്ന ശക്തമായ സന്ദേശമാണ് മോസ്കോ ഈ വ്യോമ സാന്നിധ്യത്തിലൂടെ നൽകുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെയും റഡാറുകളുടെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് റഷ്യൻ വിമാനങ്ങൾ ഈ മേഖലയിൽ നടത്തുന്ന പട്രോളിംഗ് പെന്റഗണിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഈ അസാധാരണമായ വ്യോമചലനങ്ങൾ കേവലം സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള സാധാരണ സർവീസുകളല്ല, മറിച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ള സൈനിക സഹകരണത്തിന്റെ ഭാഗമാണെന്നാണ് സൂചന. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനാവശ്യമായ സാങ്കേതിക ഉപകരണങ്ങളോ റഡാർ വിരുദ്ധ സംവിധാനങ്ങളോ അല്ലെങ്കിൽ റഷ്യയുടെ അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധമുറ സാമഗ്രികളോ ഈ വിമാനങ്ങൾ വഴി ടെഹ്റാനിൽ എത്തിച്ചിട്ടുണ്ടാകാമെന്ന് പ്രതിരോധ നിരീക്ഷകർ സംശയിക്കുന്നു. അമേരിക്കൻ റഡാറുകളെയും മിസൈലുകളെയും അന്തമാക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യ ഇറാൻ സ്വന്തമാക്കിയാൽ അത് മേഖലയിലെ US നാവികസേനയ്ക്ക് വലിയൊരു തിരിച്ചടിയാകും. റഷ്യൻ വിമാനങ്ങൾ സൊമാലിയയുടെയും UAEയുടെയും വ്യോമപാതകളുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചു എന്ന കണ്ടെത്തൽ ഈ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ കടൽപാതകളെ മുഴുവൻ നിരീക്ഷണത്തിലാക്കാൻ പോകുന്ന ഒരു വലിയ വ്യോമ ശൃംഖലയാണ് റഷ്യ ഈ മേഖലയിൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹൂത്തികൾ സജീവമായ ഏദൻ ഉൾക്കടലിന് സമീപം റഷ്യൻ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അമേരിക്കൻ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം വലിയ തോതിൽ ശക്തിപ്പെട്ടിരുന്നു. യുക്രൈനെതിരെ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് ആയിരക്കണക്കിന് മാരകമായ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും നൽകി സഹായിച്ചത് ഇറാനായിരുന്നു. അതിനുള്ള പ്രത്യുപകാരമായി അമേരിക്കയുടെ ആക്രമണ ഭീഷണി നേരിടുന്ന ഈ ഘട്ടത്തിൽ ഇറാന്റെ ആകാശത്തിന് കാവലൊരുക്കാനും തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളായ സുഖോയ് 35 ഉൾപ്പെടെയുള്ളവ ഇറാന് കൈമാറാനും മോസ്കോ തയ്യാറാകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. ഈ പുതിയ സൈനിക സഖ്യം ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളായ സൗദി അറേബ്യയെയും UAEയും വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. അമേരിക്കയുമായി അടുത്ത സൈനിക ബന്ധം പുലർത്തുമ്പോൾ തന്നെ റഷ്യയുമായി മികച്ച സാമ്പത്തിക ഊർജ നയതന്ത്രം പുലർത്തുന്നവരാണ് ഈ രാജ്യങ്ങൾ. എന്നാൽ തങ്ങളുടെ തൊട്ടടുത്ത് ഇറാന് പിന്തുണയുമായി റഷ്യൻ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് ഈ രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ്. മേഖലയിലെ ഒരു വൻ ശക്തി പോരാട്ടത്തിലേക്ക് തങ്ങൾ വലിച്ചിഴക്കപ്പെടുമോ എന്ന് അവർ ഭയപ്പെടുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യും നാവികസേനയുടെ സെൻകോം വിഭാഗവും ഈ റഷ്യൻ വിമാനങ്ങളുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. പേർഷ്യൻ ഉൾക്കടലിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും ഈ വ്യോമ നീക്കങ്ങൾ വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. റഷ്യൻ വിമാനങ്ങൾ ശേഖരിക്കുന്ന രഹസ്യ വിവരങ്ങളും US കപ്പലുകളുടെ കൃത്യമായ സ്ഥാനവും തത്സമയം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന് കൈമാറാൻ സാധ്യതയുണ്ടെന്നാണ്
വാഷിംഗ്ടണിന്റെ പ്രധാന ആശങ്ക. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യം കൂടുതൽ ആക്രമണാത്മകമായ വിദേശ നയത്തിലേക്ക് മാറിയ സാഹചര്യത്തിൽ റഷ്യയുടെ ഈ പിന്തുണ ഇറാന് ആത്മവിശ്വാസം ഇരട്ടിയാക്കും. തങ്ങൾക്കെതിരെ ഒരു സൈനിക നീക്കത്തിന് മുതിരുന്നതിന് മുൻപ് അമേരിക്കയ്ക്ക് 100 വട്ടം ചിന്തിക്കേണ്ടി വരുമെന്ന് ഉറപ്പാക്കാൻ ഈ റഷ്യൻ സാന്നിധ്യത്തിലൂടെ ഇറാന് കഴിയുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരമായാണ് മോസ്കോ ഇതിനെ കാണുന്നത്. ആഗോള ഊർജ വിപണിയെയും സാമ്പത്തിക മേഖലയെയും ഈ പുതിയ സൈനിക ചേരിതിരിവ് ദോഷകരമായി ബാധിച്ചേക്കാം. ഹോർമൂസ് കടലിടുക്കിന് സമീപം റഷ്യൻ ഇറാൻ സൈനിക സഖ്യം ശക്തമാകുന്നത് എണ്ണക്കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വലിയൊരു ചോദ്യചിഹ്നമാകും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എണ്ണക്കടത്ത് പാതയിൽ വൻ ശക്തികൾ തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് ആഗോളതലത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. നയതന്ത്ര തലത്തിൽ നോക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇറാനെതിരെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കങ്ങളെ റഷ്യ തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് എപ്പോഴും തടയാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആ പിന്തുണ കേവലം നയതന്ത്ര മേശകളിൽ ഒതുങ്ങാതെ നേരിട്ട് യുദ്ധഭൂമിയിലെ സൈനിക സഹകരണമായി മാറിയിരിക്കുകയാണ്. ചൈന കൂടി ഈ സഖ്യത്തിന് സാമ്പത്തിക പിന്തുണയുമായി രംഗത്തെത്തിയാൽ അത് അമേരിക്കൻ മേധാവിത്വത്തിന് നേരിടുന്ന എക്കാലത്തെയും വലിയ തിരിച്ചടിയായി മാറും. റഷ്യ ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയുടെ ശ്രദ്ധ തിരിക്കുക എന്നൊരു തന്ത്രം കൂടി പ്രയോഗിക്കുന്നുണ്ടാകാം. മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ യുദ്ധമുഖം തുറക്കപ്പെട്ടാൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക ഭാരവും സാമ്പത്തിക സഹായങ്ങളും അങ്ങോട്ട് മാറ്റേണ്ടി വരും. ഇത് ഉക്രൈനിൽ റഷ്യയ്ക്ക് കൂടുതൽ എളുപ്പത്തിൽ വിജയം കൈവരിക്കാൻ സഹായിക്കുമെന്നാണ് വ്ളാഡിമിർ പുടിന്റെ കണക്കുകൂട്ടൽ. വരും ദിവസങ്ങളിൽ റഷ്യൻ സൈനിക വിമാനങ്ങളുടെ ഈ അസാധാരണ യാത്രകളെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നീക്കങ്ങളോട് അമേരിക്ക ഔദ്യോഗികമായി എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഗൾഫ് മേഖലയുടെ ഭാവി. റഷ്യയുടെ സാന്നിധ്യം അവഗണിച്ചുകൊണ്ട് ഇറാനെതിരെ ഒരു മുൻകൂർ ആക്രമണത്തിന് അമേരിക്ക മുതിരുമോ അതോ നയതന്ത്രപരമായ പിൻവാങ്ങൽ നടത്തുമോ എന്ന് കണ്ടറിയണം. ഇറാൻ അതിർത്തികൾക്ക് സമീപം കണ്ടെത്തിയ ഈ റഷ്യൻ സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം വെറും ഒരു യാദർച്ഛികതയല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ രൂപപ്പെടാൻ പോകുന്ന വലിയൊരു ഭൗമരാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രകമ്പനങ്ങളാണ്. അമേരിക്കയുടെ യുദ്ധഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ റഷ്യ കവചമൊരുക്കുമ്പോൾ ഗൾഫ് മേഖല വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. അതീവ ആശങ്കയോടെയും ഉദ്യോഗത്തോടെയുമാണ് ലോകം ഈ ആകാശ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്.